ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഗുജറാത്തി ഡിഷാണ് തയ്യാറാക്കി കാണിക്കാൻ പോണത്. അപ്പോൾ അത് തേപ്ലാന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് ഞാൻ 2 വാട്ടി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മേത്തി വേണം. മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവത്തൈ ഇതിനെ ചെറുതായി കട്ട് ചെയ്തത്. ഞാൻ ഈ ഒരു പാത്രം കൊണ്ടാണ് എടുത്തിട്ടുള്ളത്, സൈസ് ഈ പാത്രം. അപ്പോൾ അതേ സൈസിൽ ഇത് 2 പാത്രം പൊടിയാണെങ്കിൽ, ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇത് ഒരു പാത്രം ചെറുതായി കട്ട് ചെയ്തിട്ട് ഇത് വേണ്ടി വരും. ഉലുവത്തൈ നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ ലീഫ് മാത്രം എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തതിന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് മേത്തിയുടെ തൈ. അപ്പം അതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം വേണം. പിന്നെ ഇത് കസൂരി മേത്തിന്. ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ഞാൻ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചിട്ട് ഇതിലിടുക. ഇതൊരു 1/2 ടീസ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടിടുന്നതിന്. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അജ്വൈനാണ്. ഇതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചതിലിടാം. ഇതൊരു 1/2 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ മുളക് പൊടി വേണം, ഒരു ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഇത് ബേസനാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ. കടലപ്പൊടി എന്നത് 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഇതിൽ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, അതായത് ഒരു ഇഞ്ചോളം ഉണ്ടാവും, അതും ഒരു 2 പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതിനത്. നന്നായി ചതക്കണം, അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ പരത്തുമ്പോൾ ബുദ്ധിമുട്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ കുറച്ച് ഓയിൽ വേണ്ടി വരും. ഒരു 2 ടേബിൾ സ്പൂൺ. ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കണം. നമ്മൾ ചപ്പാത്തിയുടെ ആട്ട ഉണ്ടാക്കില്ലേ, അതുപോലെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചുണ്ടാക്കണ പോലെ ഇതും തയ്യാറാക്കണം. ഈ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ നല്ലൊരു ഡിഷാണ്. അപ്പോൾ വീട്ടിലത്തെ ഭക്ഷണം തന്നെ കഴിക്കണമെന്നുള്ളവർക്കും എപ്പോഴും പുറമത്തെ കഴിച്ച് ബോറടിക്കുന്നവർക്കൊക്കെ ഇത് യാത്രയ്ക്ക്, നമ്മൾ ട്രെയിൻ യാത്രയോ അല്ലെങ്കിൽ ബസ്സിൽ തന്നെ ആയാലും എവിടേക്കായാലും ദൂരെ പിക്നിക്ക് അവിടേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ നല്ലതാണ്. തൈരോ ജാമോ അച്ചാർ കൂട്ടിയിട്ടായാലും കഴിക്കാം. ഇത് നന്നായി കുഴച്ചെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കേണ്ട വരും. വെള്ളം കുറച്ചും കൂടി വേണം. നന്നായി കുഴച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയാണ് കുഴച്ച് വെക്കേണ്ടത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട്
വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചപ്പാത്തിയുടെ പോലെയല്ല, കുറച്ച് ഒരു ഓയിൽ കൂടുതൽ വേണ്ടി വരും. നിങ്ങൾക്ക് എത്രയും കനം കുറച്ച് പരത്താൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത്രയും കനം കുറയ്ക്കരുത്. വലുപ്പം നമുക്ക് ഇഷ്ടമുള്ള അത്ര വലുപ്പത്തിൽ ഉണ്ടാക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഗോതമ്പിൻ്റെ പൊടിയൊന്ന് തടവി കൊടുക്കേണ്ടി വരും. മാക്സിമം കനം കുറച്ച് ഉണ്ടാക്കുക. ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് വേവേണ്ടതല്ലേ. ഞാനൊരു തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടി വരും. ഒരു സൈഡൊന്ന് കുറച്ച് വേവാകുമ്പോൾ ഒന്ന് മറിച്ചിടുക. രണ്ട് സൈഡും വേവിച്ചെടുക്കണം. കുറച്ച് ഓയിലും പരട്ടി കൊടുക്കേണ്ടി വരും. ഇതൊരു 3-4 ദിവസം നമുക്ക് കഴിക്കാം. ഇത് കേടാവാതെ സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കേടാവാതെ നമുക്ക് കഴിക്കാം. അതിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും തൈരോ അച്ചാറോ ജാമോ സോസോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അത് പിന്നെ അജ്വൈനൊക്കെ ഇടുന്ന കാരണം വയറിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചിലവരിതിൽ എള്ളിടും, വെളുത്തുള്ളി. ഞാനതിലിട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇടാം. മറിച്ചിടാം. ചെറിയൊരു ബ്രൗണൊക്കെ വരുമ്പോൾ മറിച്ചിടാം. ഗുജറാത്തികളൊക്കെ യാത്രയ്ക്ക് മുമ്പ് എപ്പോഴും അവരെ കയ്യിൽ ഇതുണ്ടായിരിക്കും. അവരെ സ്പെഷ്യലാണത്. ഇനി കുറച്ച് ഓയിൽ വരയ്ക്കുക. രണ്ട് സൈഡിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ വെന്തിട്ടുണ്ടായിരിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ എല്ലാം ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് തേപ്പിലയും ശരിയായി. ഇതിൽ അജ്വൈൻ ഇട്ടിട്ടുള്ളത്, അജ്വൈൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അയമോദകം എന്നാണ് പറയുക മലയാളത്തിൽ. അതിനത് വയറിനൊക്കെ നല്ലതല്ല അതൊക്കെ. പിന്നെ കായമുണ്ട്, ഉലുവയും നല്ലതാണ്. അപ്പോൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. കുറച്ച് തൈരോ അച്ചാറോ അതോ സോസ് ജാം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് വീട്ടിലാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള തരം കറിയിൽ കൂടിയും കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.